സ്റ്റാർട്ടിങ് തുടങ്ങുകയാണെങ്കിൽ ലെമൻസ് ഗോൾ കീപ്പറാണ്, ആൾക്ക് ചെയ്യാനുള്ളതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഡിഫൻസ് ഫ്രണ്ടിലുള്ളത് അത്രയും കോമഡി ആയിരുന്നു. ഹാരി മഗ്വയറും ലൂക്ഷയൊക്കെ ബോള് കാലിൽ വെച്ച് നല്ല പാസ് ഇതൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷേ ഡിഫെൻസീവിലേക്ക് വരുമ്പോൾ ഇവർ എന്താണ് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ഗോൾ അടിക്കേണ്ടത് ശരിക്കും സിമ്പിളായിട്ട് ആ റീബൗണ്ട് വന്ന ബോൾ അടിച്ചത്, ഒരാൾ ചാലഞ്ച് ചെയ്യാൻ പോലും ഇല്ല. സെക്കൻഡ് ഗോള് ലൂക്ഷോ നീ എന്ന് പറഞ്ഞ് നീന്തി ബോൾ കണ്ടു തോന്നുന്നു ഫ്രണ്ടിൽ കൂടെ, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ ഗോൾ അടിച്ചോട് കൂടിയിട്ട് യുണൈറ്റഡിൻ്റെ വെടി തീർന്നു. ഒരു അഗ്രഷനും ഇല്ല, ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശക്തി ഇല്ല, ഒരു മെൻറ്റാലിറ്റി ഇല്ല. അതേ കഴിഞ്ഞ സീസണിൽ എന്താണോ ബ്രൂണോ ഫെർണാണ്ടസിനോട് ഞാനിപ്പോൾ റെഫർ ചെയ്യുമ്പോൾ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, മറ്റേ കളി കഴിഞ്ഞിട്ട് പോസ്റ്റ് മാച്ചിന് ഇത് ചോദിക്കുന്നുണ്ട് എന്താണ് കളിയുടെ അഭിപ്രായം. ആൾ പറയുന്നുണ്ട് എന്താണ് അഭിപ്രായം, പ്രത്യേകിച്ച് ഒന്നുമില്ല, അഭിപ്രായം എന്താ വെച്ചാൽ കഴിഞ്ഞ സീസണിൽ അതേ മണ്ടത്തരങ്ങളാണ് ഇപ്പോഴും ചെയ്യുന്നത്. ബോള് അവേ മാച്ചസ് കളിക്കുമ്പോൾ ബോള് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ നോക്കിക്കുക. ദ്രോഗൊക്കെ ചത്തു. എന്നിട്ട് റാഷ്ഫോർഡാണ് പിന്നെയും, എൻ്റെ കാഴ്ചപ്പാടിൽ റാഷ്ഫോർഡാണ് പിന്നെയും ഇപ്രാവശ്യം കളിച്ചേക്കുന്നത്. ആള് സെയിം അങ്ങോട്ട് പോവുക, ബോൾ മൈനസ് വയ്ക്കുക, അടിപ്പിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ദ്രോഗു കംപ്ലീറ്റ് ഡെഡായിരുന്നു. ലൂക്ക് ഷോ കോമഡി ആയിരുന്നു. ഹാരി മഗ്വയർ ഡിഫൻസൊക്കെ വിട്ട് ലാസ്റ്റ് സെൻറ്റർ ഫോർവേഡ് ആവുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഗോൾ അടിക്കാൻ പറ്റണില്ല. അത് കാരിക്ക് എന്തായാലും ഫിക്സ് ചെയ്യും, വരും ദിവസങ്ങളിൽ ഫിക്സ് ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. താങ്ക് യു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയേണ്ടി വരും. കാരണം ഇനി ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് ഇവർക്ക്, അതേപോലെ മറ്റ് ഡൊമസ്റ്റിക് ലീഗ് ഉണ്ട്, അതെല്ലാം ഡൊമസ്റ്റിക് ചാമ്പ്യൻഷിപ്പുകളുണ്ട് ഇംഗ്ലണ്ടിൽ തന്നെ. അപ്പോൾ അതൊക്കെ നല്ല ടീം സ്ക്വാഡും നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഐ നോ ഇറ്റ്സ് എ ഫസ്റ്റ് ഗെയിം ആൻഡ് ഇറ്റ്സ് ടു ഏർലി ടു ജഡ്ജ്, ബട്ട് വേറെ വഴിയില്ല. ഫസ്റ്റ് കളി തന്നെ ഹൾ സിറ്റിയോട് ആദ്യമായിട്ട് വരുന്നവരുടെ അടുത്ത് അവർ എക്സെപ്ഷണൽ കളിയാണ് കളിച്ചത്. ഡിഫൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോർവേഡ് ആയിക്കോട്ടെ, അവർക്ക് മിഡ്ഫീൽഡിൽ ഇത്രയും പൊട്ടൻഷ്യലുള്ള മാഞ്ചസ്റ്ററിൻ്റെ മിഡ്ഫീൽഡിൽ അവർ കളി നിർത്താണ്ട് മേലേക്ക് കൊടുത്തിട്ട് കളി അതിഗംഭീരമായിട്ട് തീർത്തു. എല്ലാ മേഖലയിലും ഹൾ സിറ്റി പെശകനായിരുന്നു, ഒന്നും പറയാനില്ല. ഹൾ സിറ്റി ഡിസേർവ്ഡ് വിന്നാണ് കേട്ടോ. പിന്നത്തെ കളി നമ്മുടെ ലിവർപൂളിൻ്റെയും ന്യൂ കാസിലിൻ്റെയും കളി. ലിവർപൂളിൻ്റെ ന്യൂ കാസിലിൻ്റെ കളി രണ്ട് ടീമിൻ്റെയും ഡിഫൻസ് കോമഡി ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. 2-2 ഷോബോസ്ലയുടെ ശരിക്കും അതൊരു സോഫ്റ്റ് പെനാൽറ്റി ആണ്. എന്നിരുന്നാൽ പോലും അവസാന മിനിറ്റിൽ 2-2 ഗോൾ അടിച്ചിട്ട് ലിവർപൂൾ തിരിച്ചു വരുന്നു. ഇറ്റ്സ് ഗുഡ്. ബട്ട് ആൻഡ്രേ ഇറയോള മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതുവരെ ഫ്ലോറിയൻ വിഡ്സിനെ അൺലോക്ക് ചെയ്തിട്ടില്ല. ഡിഫൻസിൻ്റെ എന്താ പറയുക, ഒരു സ്ട്രക്ചർ ഇല്ലാത്ത ഡിഫൻസ്. കെർക്കസ് ബോൾ പോകുമ്പോൾ വാൻഡൈക്ക് ചൂടാവുക. വാൻഡൈക്ക് ശരിക്കും സപ്പോർട്ട് ചെയ്ത് കളിക്കേണ്ട ഒരു ടീമിലെ ബാക്ക് ലൈനാണ്, അവിടെ ഒരുപാട് ഗ്യാപ്പ് വരിക. അതേപോലെ അറാവോ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അറാവോനെ ഫസ്റ്റ് ഇറക്കാഞ്ഞതെന്ന് അറിയില്ല. ആൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ളതാണ് ബാഴ്സലോണയെ കളിച്ചിട്ട്. ആൻഡ് പ്രീ സീസണിൽ ആൾ എക്സെപ്ഷനിലായിരുന്നു. ഇറോള ആൾക്ക് ചാൻസ് കൊടുത്തില്ല. ആൻഡ് ഫ്രിംപോങ്ങിനെ കുറിച്ച് ഞാൻ പറയാതിരിക്കുകയാണ് നല്ലത്. സോ അതൊരു വല്ലാത്ത ഇതാണ്. ഡിഫൻസ് സെറ്റാക്കിയില്ലെങ്കിൽ ലിവർപൂളിന് എന്തായാലും പണി കിട്ടും. അതേപോലെ ഫ്ലോറിയൻ വിഡ്സിനെ ഇപ്പോഴും എന്താണെന്നറിയില്ല, ആൾ വേൾഡ് കപ്പ് അതിൻ്റെ ആൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടി. കാരണം ആൾ ക്വാർട്ടർ ഫൈനൽ പോലും എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ജർമ്മനി ക്വാർട്ടർ ഫൈനൽ എത്തിയില്ലല്ലോ. എന്നിട്ട് ഇത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ലെഗ്സ് എല്ലാം ഫ്രഷ് ആയിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രീ സീസണിൽ ഇറങ്ങിയിട്ട് സെറ്റായിട്ട് ടീമിനെ കൊണ്ട് നടക്കേണ്ട ഫ്ലോറിയൻ വിഡ്സ് ഇത്രയും പൈസ ആയിട്ട് വന്നിട്ട് ശരിക്കും റിവേഴ്സ് കൊട്ടീഞ്ഞോ എഫക്റ്റായി. കൊട്ടീഞ്ഞോ ലിവർപൂളിൽ നിന്ന് അതിഗംഭീരമായിട്ട് ബാഴ്സലോണയ്ക്ക് പോയപ്പോൾ മൂഞ്ചി, അതേ കഴിഞ്ഞിട്ട് അതേ സെറ്റപ്പാണ് ഇപ്പോൾ ഫ്ലോറിയൻ വിഡ്സിന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്പെക്റ്റഡ് ഇത് നടക്കണില്ല. ഇറയോളയ്ക്ക് ഇത് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റട്ടെ, തിരിച്ചു വരട്ടെ ലിവർപൂൾ. കാരണം ലിവർപൂൾ ടോപ്പ് കണ്ടൻറ്റേഴ്സാണ്, ടോപ്പ് 5 വരേണ്ട ടീമാണ്. ദേ ഹാവ് ടു കം. ആൻഡ് ഇസാക്കൊക്കെ വീണ്ടും, ഇസാക്കും വിഡ്സും ഇതേപോലത്തെ പരിപാടിയാണ്. ആൻഡ് ഗാക്പോ വേണ്ടി വന്ന് അവിടെ നിന്നൊരു കിൻഡൽ ഗോൾ അടിക്കാൻ. ആൻഡ് ഗാക്പോ ഇപ്പോൾ പോവും. സോ ഇറയോള ഓൾറെഡി മുന്നുണ്ടായിരുന്ന ടീമിനെ അയാളുടെ ടീമാക്കി മാറ്റിയതാണ്. പക്ഷേ ഇപ്പോഴും ലിവർപൂൾ കഴിഞ്ഞ സീസണിൻ്റെ ഷാഡോയിൽ തന്നെയാണുള്ളത്. ഹി ഹാസ് ടു വർക്ക് ഓൺ ഇറ്റ്. വീണ്ടും ഒരു മാനേജർ കാരിക്കിൻ്റെ ഒപ്പം ഇറയോളയും ഒരേ സ്കൂളിൽ പോയിട്ട് അത് രണ്ടും സെറ്റാക്കേണ്ട ആവശ്യകതയാണ് നമ്മൾ കാണേണ്ടത്. അടുത്ത മാച്ച് ആഴ്സണലിൻ്റെ കളിയാണ്. ആഴ്സണൽ മാത്രമുള്ള ഒരു ടീം എന്താണ് ചെയ്യേണ്ടതെന്ന് നല്ല വ്യക്തമായിട്ട് അറിയുന്നത് വേറെ ആർക്കും ഇല്ല. ആർട്ടറ്റയ്ക്ക് നല്ല വ്യക്തമായിട്ട്, ആർട്ടറ്റയ്ക്കും ആ 11 പേർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് നമ്മൾ പോകേണ്ടത്, എത്ര ഗോളാണ് ഒരു കളി അടിക്കേണ്ടത്. വെൽ സ്ട്രക്ചേർഡായിട്ട് വേറെ ഒരു ടീമും ഇല്ല, വേറെ ഒരു കോച്ചും ഇല്ല. ആഴ്സണൽ എന്തുകൊണ്ടും സെക്കൻഡ് പ്രീമിയർ ലീഗ് അടിക്കാൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്ലബ്ബാണ് ആഴ്സണൽ. എവിടെ നിന്നെന്ന് ആലോചിക്കണം. ട്രസ്റ്റ് ദ പ്രോസസ്സ് പറഞ്ഞ് കളിയാക്കിയിട്ട് ഈ ഒരു സീസണിൽ വരുമ്പോൾ ഇത്രയും നന്നായിട്ട് പ്രോസസ്സ് അരച്ച് കലക്കി കുടിച്ചത് ആഴ്സണൽ അല്ലാണ്ട് വേറെ ആരുമില്ല. വാട്ട് എ ടീം.
അതേപോലെ ആഴ്സണലിൻ്റെ നമ്മുടെ പുതിയ പയ്യനുണ്ടല്ലോ, എന്തായിരുന്നു അതിൻ്റെ പേര്, സോളിസ്. ഏതാ ചങ്ങായി, ആള് ലെഫ്റ്റ് വിങ് ഫോർവേഡിനെ പൊസിഷൻ കൊടുത്തെങ്കിൽ ആളെ റൈറ്റിൽ കണ്ടു, ലെഫ്റ്റിൽ കണ്ടു, സെൻട്രൽ കണ്ടു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടു. എക്സെപ്ഷണൽ സൈനിങ്, ഒരാൾ പോലും വിചാരിക്കാത്ത സൈനിങ്ങുകളാണ് നടന്നത്. ഒരാൾ പോലും വിചാരിക്കാത്ത പെർഫോമൻസ് ആണ് ഈ അൺഎക്സ്പെക്റ്റഡ് സൈനിങ് ചെയ്തേക്കണത്. ആൻഡ് ഗംഭീര സൈനിങ്, ഗംഭീര പെർഫോമൻസിൻ്റെ ഡെബ്യൂ മാച്ച്, ഒന്നും പറയാനില്ല. അതേപോലെ കോൺസേനെയും അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ലൈൻ അതിഗംഭീരമായി ആഴ്സണലിന് ഇത്രയും ആൾക്കാർ ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ മേലെ ഇനി മൊസ്കേറ ഉണ്ട്, അതേപോലെ സലീബ് ഇഞ്ചേർഡ് ആയിട്ടുണ്ട്, കോൺസ ഉണ്ട്. ബാക്ക് ലൈൻ അതിഗംഭീരമാണ്. ഡേവിഡ് റയാനെ കുറിച്ച് പറയണ്ട. മിഡ്ഫീൽഡിൽ ഒഡിഗാർഡ് സമ്പൂർണ്ണമായി ശക്തമായിട്ട് തിരിച്ചു വന്നേക്കാണ്. കഴിഞ്ഞ സീസൺ നല്ല വേൾഡ് കപ്പിൻ്റെ ആ ഒരു ആവേശത്തിൽ അല്ലെങ്കിൽ ആ ഫോം തുടർന്ന് കളിക്കാനുള്ള ഒരു ഗോളും അടിച്ചു. ഒരു രക്ഷയില്ല. ഡിക്ലൻ റൈസും ഒഡിഗാർഡും തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്സണൽ മാത്രമായിരിക്കും ഒരു ടീം കളിക്കാൻ വേണ്ടിയിട്ട് കളിക്കുമ്പോൾ പേടിക്കുന്ന ഒരേ ഒരു ടീം ആഴ്സണലായി മാറാൻ പോവാണ്. ബിക്കോസ് അവരുടെ സ്ക്വാഡും അതേപോലെ അവരുടെ കോച്ചും വെൽ പ്ലാൻഡ് ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വേറെ ഒരു കോച്ചും ഇത്രയും കോൺഫിഡൻസോടെ ഒരു ടീമിനെ ഇറക്കില്ല. അത് ഇറക്കുന്നുണ്ടെങ്കിൽ മിക്കൽ ആർട്ടറ്റ തന്നെയാണ് കേട്ടോ. പിന്നുള്ള മാച്ച് സ്പേഴ്സും ബ്രെൻഫോർഡും. 3-0 ബ്രെൻഫോർഡ് സ്പേഴ്സിനെ തകർത്തത്. സ്പേഴ്സ് കഴിഞ്ഞ സീസണിൽ സെർബി റെലഗേഷൻ എടുത്തു കൊടുന്നപ്പോൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്താണ്. ഫാൻസൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു സെർബിയോട്. അതേപോലെ എന്താ പറയുക, മാഡ്നസ് സൈനിങ് ആണ് ചെയ്താക്കുന്നത്. ടൊണാലി വന്നു, അതേപോലെ ഇപ്പോൾ സവീഞ്ഞോ ഈ വീഡിയോ എടുക്കുമ്പോൾ സവീഞ്ഞോ ഓൾറെഡി കയറി. ഇത്രയും സൈനികൾ ടോട്ടൻഹാമിൽ ഉണ്ടായിട്ടും സെനസി വന്നു. ഇവരെല്ലാവരും വന്നിട്ടും ഒരു നടപടിയില്ല. 3-0 തോറ്റത്. അതിഗംഭീരമായിട്ട് ബ്രെൻഫോർഡ് എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് വന്നിട്ട് എല്ലാ മേഖലയിലും അവരെ 1-1 ബീറ്റ് ചെയ്ത് ഗോൾ അടിച്ചു. ഡിഫൻസൊക്കെ നശിപ്പിച്ചു. സോ സെർബിയോട് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഫസ്റ്റ് കളിയിൽ തന്നെ ഇത്രയും, കാരണം ഒരുപാട് ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു ടീം സ്ക്വാഡ് ഇതെല്ലാം സെറ്റാവെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് കളി തന്നെ 3-0 നിങ്ങൾ ഒപ്റ്റിമിസം ഇല്ലാണ്ട് ഒരു എനർജി ഇല്ലാണ്ട് നിങ്ങൾ കളിക്കുമ്പോൾ ഇനി നിങ്ങൾ എന്നാണ് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തിരിച്ചു വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാര്യം. സോ സെർബിയുടെ ഫസ്റ്റത്തെ ചുമതല എന്താണെന്ന് വെച്ചാൽ ടീമിൻ്റെ മെൻറ്റാലിറ്റി തിരിച്ചു കൊണ്ടുവരിക, മാക്സിമം ടീമിനെ ഒരു കൊളക്റ്റീവ് ടീമായിട്ട് കളിപ്പിക്കുക എന്നുള്ളതാണ്. ഇവർ ഈ മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ട് എതിർ ടീം വന്നിട്ട് ബുള്ളി ചെയ്ത് പോകുന്ന ടോട്ടൻഹാമിനാണ് കാണാൻ പോകുന്നത്. ഐ റിയലി ഫീൽ ഫോർ യു ടോട്ടൻഹാം ഫാൻ, സ്പേഴ്സ് ഫാൻ. വേറൊരു വഴിയില്ല. ഇത്രയും നല്ലൊരു സ്ക്വാഡ് വെച്ചിട്ട് ഇനി നിങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ, ഒരു ടോപ്പ് 10 ഈ ഒരു സ്ക്വാഡ് നിങ്ങൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അധപതനായി പോകും. ടോപ്പ് 10 കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിങ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ബിക്കോസ് യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്. യു ഹാവ് എ ഗുഡ് ടീം, യു ഹാവ് എ ഗുഡ് കോച്ച്, ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ യു ടു പ്രൂവ് യുവർ സെൽഫ്. പിന്നുള്ള കളിയാണ് നമ്മുടെ ചെൽസിയുടെ കളി. ചെൽസി വേഴ്സസ് ഫുൾഹാം 3-2. ആ കളീനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ കൂടിപ്പോവും. എന്നാലും ചെൽസി ഫാൻസ് ഇതുവരെ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഫുള്ള് കണ്ടോ. സാബി അലോൺസോ ഏറ്റവും കൂടുതൽ ഈ വീക്കിൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത ടീമായിട്ട് മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പിള്ളേരെ പണിയെടുപ്പിക്കുന്ന ഒരു കോച്ചായിട്ട് മാറിയിരിക്കുകയാണ് സാബി അലോൺസോ. ഇപ്പോൾ ഹറാം ബോൾ, മറ്റേ ബോൾ, ഇതെല്ലാം മാറിയിട്ട് ഇപ്പോൾ സാബി ബോൾ എന്നാണ് ഇനി നമ്മളിതിനെ വിളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതാണ് പ്രചരിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സാബി ബോൾ. അറ്റാക്കിങ് ഒരു രക്ഷയില്ല. മോർഗൻ റോജേഴ്സ്, കോൾ പാമർ, ജോവോ പെഡ്രോ, അൺബീറ്റബിൾ പേസ്, അൺബീറ്റബിൾ ഇൻഡിവിജ്വാലിറ്റി, അൺബീറ്റബിൾ ടെക്നിക്കാലിറ്റി ഉള്ള പ്ലേയേഴ്സ്. വെറും 32ാമത്തെ സെക്കൻഡിൽ തന്നെ ജോവോ പെഡ്രോ ഗോൾ അടിക്കുന്ന കണ്ടു. അതിഗംഭീര പ്രസ്, മിഡ്ഫീൽഡിൽ 4 പേരിട്ടു. പക്ഷേ നമ്മുടെ പ്രശ്നക്കാരൻ ആരാണ്? നമ്മുടെ ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസ്. എനിക്ക് തോന്നുന്നു 2 സീസണ് 3 സീസണായി ഇതുവരെ ഈ ചെങ്ങായിനെ നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. ഇയാളാണെങ്കിൽ ചിലപ്പോൾ ഒരു കളിയിൽ അതിഗംഭീര ഫോം ആവും. ചിലപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിലൊക്കെ PSG-നോടൊന്നും ഒരു ഗോൾ വാങ്ങില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വന്നിട്ട് വൂൾസിനോടൊരു 3 ഗോൾ വാങ്ങും. ഒരു ബോൾ നേരെ അവരുടെ അറ്റാക്കറിന് ബോൾ കൊടുക്കും. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത റോബർട്ട് സാഞ്ചസിനെയാണ് കാണുന്നത്. ഈ നടന്ന കളിയിൽ ഫസ്റ്റ് ഗോളൊക്കെ ആൾക്ക് പ്രോപ്പറായിട്ട് പൊസിഷൻ ഉണ്ടെങ്കിൽ കാൽ വെച്ചിട്ടെങ്കിലും തട്ടിക്കളയായിരുന്നു. എനിക്ക് മനസ്സിലാവണില്ല, ഒരു പ്ലെയർ ബോക്സിൻ്റെ അടുത്തുണ്ടായിട്ട് പോലും ആളെന്താണ് ആ ബോള്
ആ ഗോൾ കവർ ചെയ്യാണ്ട് ബോൾ അടിക്കുന്ന എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കണം എനിക്ക് മനസ്സിലാവണില്ല. രണ്ടാമത്തെ ബോൾ റീബൗണ്ട് ചെയ്ത് ഹെഡ് ചെയ്തിട്ട് നോർമലി നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും അയാള് തടുത്തല്ലോ എന്ന്. പക്ഷെ ഒരു കീപ്പർ ആ ബോൾ തടുക്കുമ്പോൾ നേരെ ബോക്സിന്റെ ഫ്രണ്ടിക്ക് തട്ടിയിടാണ്ട് പുറത്തേക്ക് തട്ടിയിടണ്ടേ, സൈഡിക്കെങ്കിലും തട്ടിയിടണ്ടേ അറ്റ്ലീസ്റ്റ്. അതുപോലും തട്ടിയിടാണ്ട് നേരെ അവൻ്റെ കൈക്ക് ഇട്ടെടുത്തു, അവൻ ഹെഡ് ചെയ്തിട്ട് 2 ഗോൾ, അനാവശ്യ ഗോൾ, കീപ്പറിന്റെ മിസ്റ്റേക്കാണ്. അതേ പുണ്ടിച്ച് ജേമി കരേഗർ ലിവർപൂളിന്റെ ആശാൻ നെവിലൊക്കെ പറയുന്നുണ്ട് റോബർട്ട് സാഞ്ചസിനെ വെച്ചിട്ട് ചെൽസിക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ സാബി പറയുന്ന അയാളിൽ പൂർണ്ണ വിശ്വാസമാണെന്നാണ്. കാത്തിരിക്കുക എന്താവുന്നത്. അതേപോലെ 3 പേരെ വെച്ചിട്ട് ഡിഫൻസ് കളിക്കുന്ന സംഭവം ഇത്തിരി കഷ്ടപ്പാടാണ്. കാരണം ലാക്രോ മാത്രമേ അങ്ങനെ കളിച്ചിട്ടുള്ളൂ. ലിവൈ കോൾവിലും അച്ചംപോങ്ങൊന്നും ഇങ്ങനെ കളിച്ചിട്ടില്ല. കാരണം 3 പേര് ബാക്കിൽ വെച്ച് കളിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഇത്രയും ഗോൾ വാങ്ങിയതാണ്. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ കഴിഞ്ഞ സീസണിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എത്ര ഗോൾ അടിച്ചെന്ന്, 52 ഗോൾ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ. 52 ഗോളേ നമ്മൾ അടിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ 52 ഗോള്. അപ്പം ഇത്രയും ഗോൾ വാങ്ങിയിട്ട് ഉള്ള ഒരു ഗോൾ കീപ്പറിന്റെ മുമ്പിൽ 3 ഡിഫൻഡേഴ്സിന് ഇടുമ്പോൾ ചാബി അലോൺസോ 3 എണ്ണം വെച്ചിട്ട് സെറ്റ് ആവോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതേപോലെ ഡിഫൻസിൽ സൈഡല്ലാതെ നടക്കില്ല, ഹോൾഡ് ചെയ്ത് കളിക്കണം. കാരണം ഇന്നലത്തെ ഈ വീക്കിലെ കളി എന്ന് വെച്ചാൽ പാമർ ഒരുപാട് വരച്ച് വലിച്ചു കൊണ്ടുപോയി അവിടെ എത്തിച്ച് കുറേ അടിക്കുന്നത് കണ്ടു. 4 ഓഗസ്റ്റോ ഓക്കെ റീസ് ജെയിംസിന്റെ ട്രാൻസ്ഫോർമേഷൻ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ 4 ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യും. പക്ഷേ എക്സെപ്ഷണൽ സ്റ്റാർട്ടിംഗ് ആണ് ചെൽസി ചെയ്തേക്കുന്നത്. കമ്പയറിംഗ് ടു ലിവർപൂൾ, ന്യൂ കാസലിനായിട്ടാണ് കളിച്ചത്, ഇറ്റ്സ് ഓക്കെ. കമ്പയറിംഗ് ടു മാഞ്ചസ്റ്റർ, ഹൾ സിറ്റിയിലാണ് കളിച്ചത്, എന്തായാലും കമ്പയർ ചെയ്യാം. ആൻഡ് സ്പേഴ്സ് ഉറപ്പായിട്ടും കമ്പയർ ചെയ്യാം. ആൻഡ് ചെൽസി 10th പൊസിഷനിൽ കഴിഞ്ഞ പ്രാവശ്യം സീസൺ അവസാനിച്ച ചെൽസി അതിഗംഭീരമായിട്ട് 3-2 ഗോൾ അടിച്ചിട്ട് 3 ഗോളുകളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ട് തന്നെ കുറച്ചായി തോന്നുന്നു. അത് ആ റോബർട്ട് സാഞ്ചസും കൂടി ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളൊന്ന് സബ് ഇട്ടിട്ട് വേറെ ഏതെങ്കിലും കീപ്പറിനെ എടുത്താണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവും ചെൽസിയുടെ കളി എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് അടുത്ത ആഴ്ചത്തെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. ഇനിയിപ്പോൾ ഞാനൊരു വേറെ വീഡിയോ ഇട്ടുണ്ട് റയലിൻ്റെയും ബാഴ്സൻ്റെയും മിക്സ് ചെയ്തിട്ട് 2 ആൾക്കാർ അവരെ ഹോം സപ്പോർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. അങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്, അത് സ്റ്റാർട്ടിങ് ഒരു 2 മിനിറ്റും അത് കഴിഞ്ഞിട്ട് ഒരു 6ാമത്തെ മിനിറ്റും അത് കഴിഞ്ഞിട്ട് ഒരു 7ാമത്തെ മിനിറ്റ് നിങ്ങളതൊന്ന് കണ്ടിട്ട് അങ്ങനത്തെ ടൈപ്പ് വീഡിയോ വേണമെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെന്ന് ഓർമ്മിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ പാക്കലാം.